ഗതാഗതം സ്വിഫ്റ്റ് കൊണ്ടുവന്നേര് സ്വിഫ്റ്റ് എന്നൊരു പുതിയ സംവിധാനം KSRTC കൊണ്ടുവന്നതിന് ഇപ്പൊ സ്വിഫ്റ്റ് കൊണ്ടല്ലേ രക്ഷപ്പെടുന്നത്. അല്ല, അതുകൊണ്ട് ഞാനൊരു മിടുക്കനായ മന്ത്രി എന്നല്ല, അത്യാവശ്യം ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അല്ല, അത് അവരെന്താ ഉദ്ദേശിച്ചെന്നറിയില്ല. അവർ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ദൂരവ്യത്യാസം ഇല്ലാതെ കൊടുക്കേണ്ടതാണ്. അല്ല, അതിപ്പം ഇതാണ്. പണ്ട് ഷിബു ചക്രവർത്തിയോട് തൊടയിലെ ഒരു കിലോ മാംസം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, ഒരു തുള്ളി ചോര വരാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണത്. ഒരു കാര്യം പറയുമ്പോൾ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് KSRTCയുടെ തകർച്ചയാണ്. KSRTCയെ തകർച്ചയില്ലാതെ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് മോചിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ സൗജന്യങ്ങളിലൂടെ അതിന്റെ സാമ്പത്തിക സോഴ്സ് ഇനി ബാക്കി ഗവൺമെന്റ് കൊടുക്കണം. ഇനി അല്ല, ഗവൺമെന്റ് ഇപ്പൊ തന്നെ 100 കോടിയിലധികം എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താനാണ്, അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ യാത്രാ സുഖങ്ങൾ ഏർപ്പാട് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം മെച്ചപ്പെട്ട് വരികയല്ലേ, അനുദിനം മെച്ചപ്പെട്ട് വരികയില്ല. പിന്നോട്ടല്ലല്ലോ പോയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം പിന്നോട്ട് പോയിട്ടുണ്ടോ? മുമ്പോട്ടല്ലേ പോയത്? ഇപ്പം അല്ല, ട്രാൻസ്പോർട്ട് ഇന്ത്യയിൽ ഒരിടത്തും ട്രാൻസ്പോർട്ട് സർക്കാർ മേഖലയിലുള്ള RTCകൾ ലാഭത്തിലല്ല പോകുന്നത്, നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അതിനകത്ത് ഒരു വശമുള്ളത്, ജനങ്ങൾക്ക് പരമാവധി യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള, ഗതാഗത സൗകര്യം ഏർപ്പെടുത്താനുള്ള ബാധ്യത ആർക്കുണ്ട്? ഗവൺമെന്റ് ഉണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണത്. അത് ജനങ്ങളെ അവകാശമാണ്. പക്ഷെ നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ന് വന്ന വാർത്ത എന്താണ്? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. സ്ത്രീകളുള്ള ജില്ല. ആ മലപ്പുറം ജില്ലയിൽ 132 ബസ്സാണ് ഉള്ളത്. ബസ്സല്ല സർവീസ്. അതിൽ പകുതിയാണ് ഓർഡിനറി സർവീസ്. അല്ല, തമിഴ്നാട്ടിലെ പോലെയാണെങ്കിൽ ഫുള്ള് കൊടുക്കണ്ടേ? സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത്രയെങ്കിലും ആയാലും എന്നുള്ളത് ചിലപ്പോൾ പിന്നെ വോട്ടർമാരായിട്ടുള്ള സ്ത്രീകൾക്ക് അതിന് സന്തോഷം തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമ്മളെ തോപ്പിച്ചത്. ഇങ്ങനെ അല്ല, അതൊന്നും പ്രായോഗികമല്ല. നമ്മളിപ്പം അവർ UDFന്റെ മന്ത്രിയാന്ന് വിചാരിച്ചിട്ട് പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ എന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നോട് ചോദിക്കില്ല.